അങ്ങനെ ഇന്നാണ് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ. മര്യാദക്കൊരു സാരി പോലും ഉടുക്കാൻ പറ്റാത്ത ഞാനാണ് ഇന്ന് അവന് മുണ്ടുടുപ്പിക്കണത്. ഇത് മറ്റേ ഒട്ടിക്കണ മുണ്ടാണ് കേട്ടോ, പക്ഷേ ഉടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നല്ല പാടുപെട്ട്. ഇപ്രാവശ്യം മോന് ഷർട്ടാണ് എടുത്തത്. മിക്കപ്പോഴും കുർത്ത ജുബ്ബ അങ്ങനെയൊക്കെയാണ് ഓണാകുമ്പോൾ ഇടല്. ഇങ്ങനെ പൗഡർ ഒന്നും ഇട്ട് കൊടുക്കണ ഇഷ്ടമല്ല, ഭയങ്കര ഷെയിമാണ് അവന്, സമ്മതിക്കൂല. ഞാൻ പിന്നെ ഒരു കണക്കിനൊക്കെ കൈയൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടേനിപ്പോൾ ഉണ്ടല്ല, എനിക്ക് ഇവനെ കാണുമ്പോൾ പുതിയാപ്പിളനെ പോലെ തോന്നുന്നു. ഒരു കല്യാണത്തിനൊക്കെ അല്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണം. റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് പോണോട്ടാ. വണ്ടി വരാൻ സമയമാവണുള്ളൂ. ഇന്നിപ്പോൾ കുറേ ഒരുങ്ങാനും റെഡിയാവാനൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേരും നേരത്തെ എണീച്ച്. നോർമൽ സ്കൂളിൽ പോണേണെങ്കിൽ ഉണ്ടല്ല, ഞാൻ വിളിച്ച് അവസാനം ഒരിക്കലും എണീക്കണത്. എന്നിട്ട് വണ്ടിക്കാരൻ അവിടെ റോട്ടിൽ വന്ന് ഫോൺ ചെയ്താലേ അവിടുന്ന് പുറത്തിറങ്ങുള്ളൂ. ഇന്ന് നേരത്തെ റെഡിയായി നിൽക്കുന്നുണ്ട്. ആച്ചുക്കളിക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഒരു ദുപ്പട്ട ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുക്കാമെന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഷോൾ ഇട്ടിട്ടാണെങ്കിൽ അവൾക്ക് പിടിക്കാനും പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ മതി, നല്ല രസമായിരിക്കുമെന്ന്. അവസാനം അങ്ങനെ പറ്റാതായപ്പോൾ വേറെ തിരിച്ചൊക്കെ ഇട്ട് ഒരു കണക്കിനാണ് ഇടണം. ഒന്നും ഇഷ്ടപ്പെടാനുള്ള വേറെ ഡ്രസ്സാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാനുള്ള ഒരു കണക്കിനാണ് നിങ്ങളെയൊക്കെ റെഡിയാക്കി പുറത്തിറക്കണം. ഇറങ്ങണ സമയമായപ്പോൾ ധരിക്കും ആക്കുകയാണെങ്കിൽ അച്ഛൻ്റെ മുടി ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പം തന്നെ കേട്ട മതി അവളും മുടിയൊക്കെ അയച്ച് അത് മാറ്റി. എൻ്റെ മോനെ അല്ലെങ്കിൽ തന്നെ വലിയ ആളാവണ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മുണ്ടും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ റബ്ബേ എന്തോ വലിയ സ്വർഗം കിട്ടിയ മതിയാണ് അവന്. ഞാനങ്ങനെ ബസ്സിലേക്ക് ആക്കാൻ വേണ്ടി പോലില്ല. പക്ഷെ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലേക്ക് ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ഞാൻ കൂടെ പോകട്ടാ. പഠിച്ചോനെ ഓർത്ത് ഡ്രസ്സൊന്നും അഴുക്കാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകണമായിരുന്നു. എൻ്റെ മോന് വൈറ്റ് കണ്ട എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കറയാക്കിയിട്ടായിരിക്കും വന്നത്. പിന്നെ ബസ് വന്ന് മിക്ക കുട്ടികളെയും കണ്ടില്ല കേട്ടോ ബസ്സിൽ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ? എൻ്റെ പൊന്നെ നേരം വെളുത്തപ്പോൾ തുടങ്ങിയാണ്. അത് ഇഷ്ടപ്പെടല്ല, ഇത് ഇഷ്ടപ്പെടല്ല, മുടിയെട്ടിയത് പറ്റുള്ള, ഡ്രസ്സ് പറ്റുള്ള. 3 മണിയായപ്പോ എഴുന്നേറ്റ്. ഒന്നാമത് നിങ്ങൾക്ക് ഈ വെളുപ്പിനെ പോണാരണം തലക്ക് വെളിയുണ്ടായില്ലോ. അതിന് പറഞ്ഞു വിട്ടു ഗൈസ്. ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഞങ്ങളൊന്ന് സമാധാനിപ്പിക്കും. അപ്പോൾ ഓക്കെ, ബൈ.